ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ എംഎസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട +2 റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ, മെയ് 21-ാം തീയതിയിൽ നിന്ന് മെയ് 22-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നുള്ള വാർത്ത ഇന്നലെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായേക്കും. എങ്കിലും വിജയശതമാനം കുറഞ്ഞേക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയൊക്കെ സ്കൂൾ വാർത്താ ചാനലിലും അതോടൊപ്പം തന്നെ HSC റിപ്പോർട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ഉറപ്പിക്കാൻ പറ്റില്ല, നമുക്ക് കാത്തിരിക്കാം. പക്ഷേ എങ്കിലും വിജയശതമാനം കമ്പയർ ചെയ്യുന്നത് ആരുമായിട്ടാണ്? കഴിഞ്ഞ വർഷത്തെ റിസൾട്ടുമായിട്ടാണല്ലോ. സോ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടാണ് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 78.69% പേരാണ് സ്റ്റേറ്റിൽ വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ, അതായത് 2023-നേക്കാൾ 4.26% കുറവാണ്. കഴിഞ്ഞ വർഷം വിജയശതമാനം കുറവായിരുന്നു. ഈ വർഷവും വിജയശതമാനം കുറയുമെന്നുള്ള റിപ്പോർട്ടുകൾ അൺഒഫീഷ്യലി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പല നവമാധ്യമ ഓൺലൈൻ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി സയൻസിൽ 84.84%, കൊമേഴ്സിൽ 76.11%, ഹ്യൂമാനിറ്റീസിൽ 67.04%മാണ് വിജയശതമാനം ഉണ്ടായിരുന്നത്. എന്താ ഈ വിജയശതമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വല്ല പിടുത്തമുണ്ടോ? സയൻസിൽ 16% കുട്ടികൾ തോറ്റു. ഒരു വിഷയത്തിൽ തോറ്റാലും തോറ്റു എന്നാട്ടോ പറയാം. ഓക്കെ, സോ കൊമേഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 33% കുട്ടികൾ 33% കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? 23% കുട്ടികൾ നിലവിൽ കഴിഞ്ഞ വർഷം തോറ്റിട്ടുണ്ട് കൊമേഴ്സ് വിഭാഗത്തിൽ. ഹ്യൂമാനിറ്റീസിൽ തന്നെ 33% കുട്ടികൾ എന്ത് ചെയ്തിട്ടുള്ളൂ? 33% കുട്ടികൾ തോറ്റിട്ടുണ്ട്. അതായത് 1/3 ഭാഗം ഹ്യൂമാനിറ്റീസിൻ്റെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം തോറ്റിട്ടുണ്ട്. തോറ്റ് എന്നതിൻ്റെ കൃത്യമായ തെളിവുകളാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ സത്യമെന്തെന്ന് പല കുട്ടികളും ഫുൾ A+, 9 A+ ഒക്കെ 10ാം ക്ലാസ്സിൽ വാങ്ങിയവരാണ്. അവരായിരുന്നു കഴിഞ്ഞ വർഷം +2 ഒരുപാട് മാർക്ക് കുറഞ്ഞു പോയവരും. സോ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഫുൾ A+ വിന്നേഴ്സ് 39,242 പേരാണ് കഴിഞ്ഞ വർഷം ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾ. നിങ്ങൾക്ക് എത്ര പേരെ എക്സാം എഴുതിയെന്നും വല്ല പിടുത്തമുണ്ടോ? 4,47,000 കുട്ടികൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്, എക്സാം എഴുതിയിട്ടുണ്ട്. അതിൽ 39,242 പേർക്ക് ഫുൾ A+ കിട്ടിയിട്ടുള്ളൂ. ഇനി 1200-ൽ 1200 മാർക്ക് നേടിയത് 105 പേര് മാത്രമായിരുന്നു. ഓക്കെ, ഇനി കൂടുതൽ വിജയശതമാനമുള്ളത് എറണാകുളം ജില്ലയിലും ഏറ്റവും കുറഞ്ഞ വിജയശതമാനം ഉണ്ടായിരുന്നത് വയനാട് ജില്ലയിലുമാണ്. അതോടൊപ്പം തന്നെ 63 സ്കൂളുകളിൽ 100% വിജയമുണ്ടായിരുന്നു. പിന്നെ 7 ഗവൺമെൻറ് സ്കൂളുകളിലും 17 എയ്ഡഡ് സ്കൂളുകളിൽ 20 അൺഎയ്ഡഡ് സ്കൂളുകൾക്കാണ് 100% വിജയമുണ്ടായിരുന്നത് കേട്ടോ. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ എക്സാമുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. ഈ വർഷത്തെ നിങ്ങളുടെ റിസൾട്ട് എപ്പോൾ വരും എന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടല്ലോ. ഈ വർഷം മെയ് 22-ാം തീയതി മെയ് 22-ാം തീയതി 3 മണിക്കാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ആ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല വെബ്സൈറ്റുകളും സന്ദർശിക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് റിസൾട്ട് വരുന്ന ലിങ്കുകളുണ്ട്. ഏറ്റവും വളരെ പെട്ടെന്ന് റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് ഡിജി ലോക്കറിലാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ ഡിജി ലോക്കറുമായി ബന്ധപ്പെട്ട ലിങ്കൊക്കെ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സോ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട +2 വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കട്ടെ എന്ന് മാത്രമേ MS സൊല്യൂഷൻസിന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ. സോ എല്ലാത്തിനും ഒരു ഔട്ട് വെച്ച് പറയുകയാണെങ്കിൽ ഈ വർഷത്തെ +2 റിസൾട്ട് മെയ് 22 വൈകുന്നേരം 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി PRD ചേംബറിൽ പ്രഖ്യാപിക്കും. ഒരു 3:30 സമയത്തോടു കൂടി നിങ്ങൾക്ക് റിസൾട്ട് കാണുവാൻ സാധിക്കും. തോറ്റവർക്ക് എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ വലിയ അർത്ഥമുണ്ട്. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.